ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു സ്റ്റീൽ പാനൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫിലിപ്സ് ഓട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു സ്റ്റീൽ പാനലാണ്. നിലവിൽ ഇത് പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാനൽ അത്ര അങ്ങോട്ട് ശരിയായില്ല. അതുകൊണ്ടാണ് കാര്യം. നമ്മുടെ പാനലിൻ്റെ ആ ഒരു കണ്ടില്ലേ, ഇതിൻ്റെ ഈ അലുമിനിയം നമ്മൾ ഈ കാണുന്ന പോലെ അല്ല. ഇതിപ്പോൾ പ്യുവർ അലുമിനിയം ആണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ആ ഒരു പ്യുവർ അലുമിനിയം ആയതുകൊണ്ട് അതിൻ്റെ അകത്തൊക്കെ കണ്ടില്ലേ, ഒരു നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയൊരു കുഴിവ് കാണുന്നുണ്ട്. ഈ സൈഡായി കണ്ടില്ലേ, ഒരു കുഴിവ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് റിജക്റ്റ് ചെയ്തൊക്കെയാണ്. നമ്മൾ നമ്മുടെ വർക്കിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. ഈ നോബ് നമ്മൾ പതുക്കെ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇങ്ങനൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ സ്വിച്ചിൻ്റെ പൊസിഷൻ ഇവിടെ വേണ്ട എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ നോബിൻ്റെ അടിയിലോട്ട് കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു വന്നപ്പോൾ 1800 എന്തോ ആയി ഇത് ചെയ്തപ്പോൾ ഈ പാനൽ. പക്ഷേ ഈ ഒരു കാരണത്തല്ല നമ്മളത് റിജക്റ്റ് ചെയ്തു, വേണ്ടാന്ന് വെച്ചു. ഇത് 6 mm കട്ടിയിലുള്ളതാണ് ചെയ്തത്. അപ്പം അങ്ങനൊരു പ്രശ്നമായതുകൊണ്ട് നമ്മളിത് റിജക്റ്റ് ചെയ്തപ്പോൾ ഇതിനി ഒന്നും ചെയ്യാനില്ല. കാര്യം ഇതിൻ്റെ പൊക്കം 8 സെൻറ്റിയാണ് വരുന്നത്. 8 സെൻറ്റിയിലുള്ള ക്യാബിനറ്റിൽ നമുക്ക് ഈ പറയുന്ന രീതി 43 സെൻറ്റിയാണ് ഇതിൻ്റെ ഫുള്ള് ഇവിടം വരെയുള്ള നീളം. ഈ ഒരു പൊക്കം 8 സെൻറ്റിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ വേറൊരു പാനൽ നമുക്ക് ഇതുപോലത്തെ വർക്കിനി വരത്തില്ല. കാര്യം ഈ ഒരു രീതിയിലുള്ള വർക്ക് നമുക്ക് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനടുത്ത് അങ്ങ് കളയും, അത്രയേ ഉള്ളൂ. അങ്ങ് ഒഴിവാക്കും, അത് കളയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത് വേറൊരു പാനൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് അടുത്ത പാനൽ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത പാനൽ ചെയ്തത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഫിനിഷിംഗ് ആണ്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. കണ്ടില്ലേ, ഒരു ബ്രഷ്ഡ് ഫിനിഷിങ് നമുക്ക് ഇതിനകത്ത് ഓൾറെഡി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വ്യൂ മീറ്ററൊക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇതിലും ഈ ഒരു സാധനം നമ്മൾ റിജക്റ്റ് ചെയ്തൊക്കെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസർ കട്ടിങ് ചെയ്ത സമയത്ത് എൻ്റെ അലൈൻമെൻറ്റ് ശരിയല്ല എന്നാണ് തോന്നുന്നത്. സംഭവം പണി കിട്ടി. അതും കണ്ടില്ലേ, ആ ഒരു പോയിൻ്റ് ചെറിയൊരു ഡോട്ട് അവിടെ വീണിട്ടുണ്ട്. ലേസർ ബീം വന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വന്ന് പതിക്കുന്ന ആ സ്റ്റീലിൽ പതിക്കുന്ന സ്ഥലത്തൊരു ഡോട്ട്, അത് 2 സ്ഥലത്തും അത് ഒരുപോലെ വീണിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതും റിജക്റ്റ് ചെയ്തു. ഇതിപ്പോൾ എല്ലാം കൂടെ നമുക്കൊരു ഒരു 2700 രൂപ എന്തോ നമ്മളിപ്പോൾ ചിലവാക്കിയിട്ടുണ്ട്. സംഭവം ശരിയായില്ല. അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യും. ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. അത് വൃത്തിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ അത് നമ്മൾ ഇതും ശരിയാക്കി ചെയ്യണമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുൾ ഫിനിഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതാണ് പ്രശ്നം. ഇവിടുത്തെ ഒരു ചെറിയൊരു ഡോട്ട് അവിടെ വന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു ഡോട്ട് കണ്ടില്ലേ, ഒരു ഡോട്ട് നമുക്ക് ഇവിടെ ഈ കാണുന്ന ഡോട്ട് ഇവിടെ വന്നു എന്നുള്ളതാണ്. നമ്മൾ ഒഴിവാക്കിയാണ്. നമ്മൾ സാധനം കളഞ്ഞു, അത് നമ്മൾ ഒഴിവാക്കി. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ചെയ്യാം, കുറച്ച് ഭംഗിയാക്കണം. വ്യൂ മീറ്റർ അനലോഗ് ടൈപ്പ്, ഇത് സാൻസുവിയുടെ വ്യൂ മീറ്ററാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ വർക്ക് നമുക്ക് നന്നാക്കണം. പോയതൊന്നും നമുക്കല്ല, പോയ ക്യാഷ് നമുക്ക് ഉള്ളതല്ലാന്ന് വിചാരിക്കുന്നു. വർക്ക് നമ്മൾ ഇനി മുന്നോട്ട് പോവുകയാണ്. എൻ്റെ ക്യാഷ് ഞാൻ ഇത് ചെയ്യുന്ന ആരാണോ അവരെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങത്തില്ല. കാര്യം നമുക്ക് കൊടുക്കുമ്പോൾ വർക്ക് ഫിനിഷിങ് ആയിരിക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പോയ പൈസ നമുക്കുള്ളതല്ല, പക്ഷേ വർക്ക് നമുക്ക് ശരിയാക്കാം. ഓക്കെ, താങ്ക് യു. വീഡിയോ കണ്ടതിന് എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.